ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസത്തെ 2 പ്രോബ്ലംസും 4 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് കാണും. ക്വസ്റ്റ്യൻസ് എഴുതണം, ആൻസർ എഴുതണം, അതിനുശേഷം ഹോംവർക്ക് തരാം എന്ന്. ഇന്ന് ഹോംവർക്കിൻ്റെ ദിവസമാണ് വാസ്തവത്തിൽ. നിങ്ങൾ നേരിട്ട് കാണാൻ ഒക്കാത്തതുകൊണ്ട് എനിക്കും ഒരു ടെൻഷനാണ്. ഹോംവർക്ക് നിങ്ങൾ ചെയ്യുമോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കും അറിയാൻ കഴിയുന്നില്ല. ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്. നമുക്ക് സംവിധാനം കണ്ടിന്യൂ തല്ലി ഒക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഞാനൊന്ന് വായിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണം. ഷോ ദി എഫക്റ്റ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓൺ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ത്രൂ അക്കൗണ്ട് ഇക്വേഷൻ. താഴെ പറയുന്ന ട്രാൻസാക്ഷനിൽ അസറ്റ്സിനും ലയബിലിറ്റീസിനും ക്യാപിറ്റലിനും ഉണ്ടാകുന്ന എഫക്റ്റ്, ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ് കാണിക്കണം. ത്രൂ ഏത് വഴി? അക്കൗണ്ട് ഇക്വേഷൻ വഴി. അപ്പോൾ ഇത് അക്കൗണ്ട് ഇക്വേഷൻ്റെ ഉടൻ തന്നെ നമുക്കിത് അക്കൗണ്ട് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണെന്ന് മനസ്സിലാവും. ഞങ്ങൾ അക്കൗണ്ട് ഇക്വേഷൻ അങ്ങ് എഴുതി തുടങ്ങും. 3 ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 2 lakhs. 2 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ചു. ഞാൻ ഒന്ന് ഹോംവർക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു അസറ്റ് വന്നു കഴിഞ്ഞു. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനുവിൻ്റെ നിന്ന് ഗുഡ്സ് വാങ്ങുകയാണ്. ശരിയാണല്ലോ. അടുത്ത അസറ്റും ഗുഡ്സ് വാങ്ങുമ്പോൾ സ്റ്റോക്ക് അസറ്റ്. ഇപ്പോൾ 2 അസറ്റാണ്. ക്യാഷ് എന്ന അസറ്റ് എഴുതി, സ്റ്റോക്കും എഴുതി. സോൾഡ് ഗുഡ്സ് ടു റിനുവിന് ഗുഡ്സ് ഞങ്ങൾ വിറ്റു. റിനുവിന് ഗുഡ്സ് വിറ്റു. കോസ്റ്റ് റുപ്പീസ് 6,000. 6,000 രൂപ വിലയുള്ള ഗുഡ്സ് റിനുവിന് വിറ്റത് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 8,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ റിനു ഞങ്ങൾക്ക് പൈസ തരാറുണ്ട്. റിനു ഞങ്ങളെ ഡെറ്ററാണ്. അപ്പോൾ ഒരു അസറ്റും കൂടെ വന്നു, ഡെറ്റേഴ്സ് എന്ന് പറയുന്നൊരു അസറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ തലക്കെട്ടിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് എഴുതുന്നു. ലയബിലിറ്റീസ് ഉണ്ട്, ഞാനൊന്ന് നോക്കി. ശരിയല്ലേ? ഓക്കെ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനുവിൻ്റെ നിന്ന് ഗുഡ്സ് വാങ്ങി. ഓൺ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല. പൈസ കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങി എങ്കിൽ മനുവിൻ്റെ നിന്ന് വാങ്ങിയെന്ന് പറയണ്ട. മനുവിൻ്റെ നിന്ന് സാധനങ്ങൾ വാങ്ങി, മനുവിൻ്റെ പേര് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മനുവിൻ്റെ നിന്ന് ഞങ്ങൾ ഗുഡ്സ് വാങ്ങിയത് കടത്തിനാണ്. ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു റുപ്പീസ് 10,000 മീൻസ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു ഓൺ ക്രെഡിറ്റ് ബേസിസ്, കടത്തിനാണ് വാങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലയബിലിറ്റീസ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റീസ് ഉണ്ട്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണല്ലോ രണ്ടാമത്തെ ലൈനിൽ വരുന്നത്. അന്നേരം ഒന്നാമത്തെ ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കും. ശരിയാ? 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് ക്യാഷ് സംഭാവന ചെയ്തിരിക്കുന്നു. ക്യാപിറ്റൽ ഇനത്തിൽ നമുക്ക് 2 ലക്ഷം രൂപ ക്യാഷ് കിട്ടിയിരിക്കുന്നു. ക്യാഷിൻ്റെ കോളത്തിൽ, ക്യാഷിൻ്റെ കോളത്തിൽ ക്യാഷിന് തൊട്ട് താഴെയായിട്ട് 2 ലക്ഷം എഴുതിയിരിക്കുന്നു. സ്റ്റോക്കിനെ കുറിച്ച് മിണ്ടുന്നില്ല, ഡെറ്റേഴ്സിനെ കുറിച്ച് മിണ്ടുന്നില്ല, ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് മിണ്ടുന്നില്ല. ക്യാപിറ്റൽ 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇനത്തിൽ വന്നതാണ് എന്ന് റെക്കോർഡ് ചെയ്യും. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനുവിൻ്റെ നിന്ന് ഗുഡ്സ് 10,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുകയാണ്. മനുവിൻ്റെ നിന്ന് 10,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുന്നത് ഓൺ ക്രെഡിറ്റാണ്, കടത്തിനാണ് ഗുഡ്സ് വാങ്ങുന്നത്. ക്യാഷ് കൊടുത്തിട്ടില്ല, എഫക്റ്റ് ഇല്ല. എത്ര രൂപയുടെ ഗുഡ്സാണ് വാങ്ങുന്നത്? 10,000 രൂപയുടെ സ്റ്റോക്കിൽ 10,000 വന്നു കഴിഞ്ഞു. ഡെറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ഒന്നും മിണ്ടാനില്ല. ശരിയാ? മനുവിന് 10,000 രൂപ കൊടുക്കേണ്ടതുണ്ട്.
ശരിയാണല്ലോ. ക്യാപിറ്റല് നോ ചേഞ്ച്. അപ്പോൾ ആ ട്രാൻസാക്ഷനിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഗുഡ്സ് വാങ്ങുമ്പോൾ സ്റ്റോക്കിൽ കൂടുന്നു, പൈസ കൊടുക്കാത്തതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് പാൻ. ഓക്കെ, അടുത്തത് ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് അതിൻ്റെ എഫക്റ്റ് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളാണ് 2 lakhs 10,000 ഡെറ്റേഴ്സ് നോക്കിയിട്ടില്ലല്ലോ. ക്രെഡിറ്റേഴ്സ് 10,000 ആണല്ലോ. ക്യാപിറ്റൽ 2 lakh ആണ്. ഓക്കെ, മൂന്നാമത്തെ ട്രാൻസാക്ഷൻസ് ഞങ്ങൾ നോക്കുകയാണ്. അക്കൗണ്ട് ഇക്വേഷൻ കറക്റ്റാണ്. 2 ലക്ഷവും 10 കൂടെ കൂട്ടുമ്പോൾ 2,10,000. ഇവിടെയും അത് തന്നെയാണ്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണ്. സോൾഡ് ഗുഡ്സ് ടു റിന്യൂ. റിന്യൂവിന് ഗുഡ്സ് വിൽക്കുകയാണ്. എത്ര രൂപയുടെ ഗുഡ്സ് വിൽക്കുകയാണ്? 6,000 രൂപയുടെ ഗുഡ്സ് വിൽക്കുകയാണ്. എത്ര രൂപയ്ക്ക്? 8,000 രൂപയ്ക്ക്. ഓക്കെ, ഞങ്ങൾ റിന്യൂവിന് ഗുഡ്സ് വിൽക്കുന്നത് കടത്തിനാണ്. കാര്യം ഇവിടെ ആളിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. ശരിയാണല്ലോ. നിങ്ങൾ ഗുഡ്സ് വിറ്റത് ക്യാഷിനായിരുന്നു എങ്കിൽ ആർക്ക് വിറ്റു എന്ന് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരാൾക്ക് സാധനം വിൽക്കുകയും നിങ്ങൾക്ക് ക്യാഷ് ഉടനെ കിട്ടുകയും ചെയ്താൽ ആരെന്ന് വാങ്ങിയെന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുക. ഗുഡ്സ് വാങ്ങി, പൈസ കൊടുത്ത് ഗുഡ്സ് വാങ്ങി എങ്കിൽ ആരിൽ നിന്ന് വാങ്ങി എന്ന് ഞങ്ങൾക്ക് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പേര് മനുവിൻ്റെ നിന്ന് വാങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അണ്ടർസ്റ്റുഡാണ്. ഗുഡ്സ് വാങ്ങിയത് മനുവിൻ്റെ നിന്ന് ഓൺ ക്രെഡിറ്റ് ബേസിസിലാണ്. അതാണ് തന്നെയാണ്. സിമിലാർലി സോൾഡ് ഗുഡ്സ് ടു റിന്യൂവിന് സാധനങ്ങൾ വിറ്റു എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ പേര് റെക്കോർഡ് ചെയ്ത്. കാരണം യു സോൾഡ് ഗുഡ്സ് ടു റിന്യൂ ഓൺ ക്രെഡിറ്റ് ബേസിസ്. നിങ്ങൾ ഗുഡ്സ് റിന്യൂവിന് വിറ്റത് കടത്തിനാണ് വിറ്റത്. അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ്റെ പേര് എഴുതിയത്. അപ്പോൾ സാധനം വിറ്റപ്പോൾ നമുക്ക് ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല. കടത്തിന് വിൽക്കുമ്പോഴെങ്ങനെ ക്യാഷ് കിട്ടുക? +2. എത്ര രൂപയുടെ ഗുഡ്സാണ് എടുത്ത് വിറ്റത്? 6,000 രൂപയുടെ ഗുഡ്സാണ്. ഗുഡ്സ് വാങ്ങുമ്പോൾ സ്റ്റോക്ക് കൂടുന്നു, ഗുഡ്സ് വിൽക്കുന്നത് സ്റ്റോക്കിൽ നിന്ന് എടുത്ത് സാധനം കൊടുക്കുകയാണ്. എത്ര രൂപയുടെ ഗുഡ്സ് സ്റ്റോക്കിൽ നിന്ന് പോവുകയാണ്? 6,000 രൂപയുടെ ഗുഡ്സ് സ്റ്റോക്കിൽ നിന്ന് പോവുകയാണ്. ഞാനിവിടെ പ്ലസ് ഇട്ട്, എന്നിട്ട് ഇത് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങളെന്താ ഇവിടെ ബ്രാക്കറ്റാണ് കൊടുക്കുക. അക്കൗണ്ടിങ്ങിൽ അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പ്ലാസ് ശരിയാ. ഓക്കെ, ഡെറ്റേഴ്സ് എനിക്ക് പൈസ തരാനുള്ള ആളുണ്ട് കേട്ടോ. റിന്യൂ എത്ര രൂപ തരാനുള്ളത്? 8,000 രൂപ തരാനുള്ളത്. കാര്യം 6,000 രൂപ ഗുഡ്സ് അയാൾക്ക് വിറ്റത് എത്രയ്ക്കാണ് വിറ്റത്? 8,000. അപ്പോൾ 8,000 ഇവിടെ ഞാൻ എടുത്ത് കൂട്ടിക്കഴിഞ്ഞു. = ക്രെഡിറ്റേഴ്സിലൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഓക്കെ, പ്ലസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. 6,000 രൂപയുടെ ഗുഡ്സ് 8,000-ന് വിൽക്കുമ്പോൾ ഇവിടെ എത്ര രൂപ ലാഭമുണ്ട്? 2,000 രൂപ ലാഭമുണ്ട്. ലാഭം ക്യാപിറ്റലിന് കൂട്ടും, +2. ഓക്കെ, ഇനി നമ്മളൊന്ന് കൂട്ടിയാൽ മതിയല്ലോ. 2 lakhs അല്ലേ? 2 lakhs എഴുതാം. ഫസ്റ്റ് ഹോംവർക്കാണ് വന്നു. ഒന്ന് ഹോംവർക്ക് ഞാൻ തന്നെ ചെയ്യുന്ന പതിവായി. ഓക്കെ, 10,000-ന് 6,000 പോകുമ്പോൾ 4,000. ഓക്കെ, ഇവിടെ എത്രയാണ്? 8,000. ഓക്കെ, = 10,000 + 2,02,000. ഓക്കെ, 2,02,000. 2,12,000 വരണം. വന്നു കഴിഞ്ഞു. ഓക്കെ, ഈക്വലായോ എന്ന് നോക്കുക. ഈക്വലായോ എന്ന് സെയിമാ? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിമാണോ എന്ന് ഞങ്ങൾ അക്കൗണ്ടന്റുമാരെ ചോദിക്കുക. അക്കൗണ്ട് ഇക്വേഷൻ ടാലിയായി എന്നാണ് നോക്കുക, തുല്യമായി എന്നാണ് നോക്കുക. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ടാലിയാണ്. ഇത് ഹോംവർക്കാണ്. ഹോംവർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എക്സ്പ്ലനേഷൻ്റെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാൻ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടെ വായിക്കാം, എന്നിട്ട് അടുത്ത ഹോംവർക്കിലേക്ക് കടക്കാം. ഷോ ദി എഫക്റ്റ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓൺ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ത്രൂ അക്കൗണ്ട് ഇക്വേഷൻ. എ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakhs. എല്ലാ പ്രോബ്ലത്തിലും ഫസ്റ്റ് സെൻറ്റൻസ് ഇത് തന്നെയാണല്ലോ. ആ സെൻറ്റൻസ് എന്താ ബൈ ഹാർട്ടാക്കത്തത്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ്, കമേഴ്സ്ഡ് ബിസിനസ് വിത്ത്. 2 വാക്കും അവർ ഉപയോഗിക്കാറുണ്ട്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് കമേഴ്സ്ഡ് എന്നുള്ള വാക്ക്, ആ വാക്ക് ബൈ ഹാർട്ടാണ്.
ഓക്കെ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു ₹10,000. ഞാൻ ഇവിടെ പറഞ്ഞു ഗുഡ്സ് വാങ്ങി. ആരുന്നാ വാങ്ങിയത്? മനു. എന്തിനാ മനുവിൻ്റെ പേര് നിങ്ങൾ എവിടെ എഴുതിയിട്ടേക്കുക? ഗുഡ്സ് വാങ്ങിയത് കടത്തിനാണ്. അതുകൊണ്ടാണ് ആരിൽ നിന്ന് വാങ്ങി എന്ന് എഴുതിയിട്ട്. നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോയി സാധനം വാങ്ങുന്നു, പൈസ കൊടുത്താൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. കടത്തിനാണ് വാങ്ങുന്നതെങ്കിൽ ഞങ്ങൾ പേഴ്സണാണ്. പേഴ്സണൽ ആകുമ്പോഴേ നമ്മൾ റെക്കോർഡ് ചെയ്തില്ലെങ്കിലും ചിലർ വന്ന് വീട്ടിൽ വന്ന് ഡയറിയിൽ എഴുതിയിടാറുണ്ട് കേട്ടോ. നല്ല ആൾക്കാർ ചിലർ ഡയറിയിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കുറിക്കും, ഞാൻ ഇത്ര 250 രൂപയുടെ സാധനം വാങ്ങി പൈസ കൊടുത്തില്ല, കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരാളുടെ പേര് ഞങ്ങളുടെ മനസ്സിൽ വരണമെങ്കിൽ അവിടെ എഴുതി റെക്കോർഡ് ചെയ്യണമെങ്കിൽ അയാളുടെ സാധനം വാങ്ങിയത് കടത്തിനാണ്. അപ്പോൾ കുട്ടിയോട് പറയുക പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു ₹10,000. കുട്ടിയോട് പറയുക ഇറ്റ് മീൻസ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനു ഓൺ ക്രെഡിറ്റ്. സിമിലാർലി സോൾഡ് ഗുഡ്സ് ടു റിനു ₹8,000. സോൾഡ് ഗുഡ്സ് ടു റിനു ₹8,000. ഗുഡ്സ് വിറ്റത് 8,000. ആദ്യം ബ്രാക്കറ്റിന് പുറത്തുള്ള പറയാം. ഗുഡ്സ് വിറ്റത് റിനുവിന് വിറ്റത് 8,000, 8,000 വിറ്റത്. ശരിയാണല്ലോ. റിനുവിന് ആ ഗുഡ്സ് വിറ്റിരിക്കുന്നത് കേട്ടോ, ആളിൻ്റെ പേരെഴുതിയിരിക്കുന്നു. നിങ്ങൾ സാധനം വിറ്റ് ആളിൻ്റെ പേരെഴുതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സാധനം ആ പുള്ളിക്കാരന് വിറ്റത് പൈസ കൊടുത്തല്ല, കടത്തിനാണ്. നിങ്ങൾ സാധനം വിൽക്കുന്നു, സാധനം എടുത്ത് വിൽക്കുന്നു, ഉടൻ തന്നെ ക്യാഷ് പെട്ടിയിൽ വാങ്ങി വെച്ചാൽ ആ പുള്ളിക്കാരൻ്റെ പേരെഴുതേണ്ട കാര്യമില്ലല്ലോ. ശരിയല്ലോ അല്ലേ? പുള്ളിയുടെ പേര് റെക്കോർഡ്. എന്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സെയിൽ നടത്തിയ റിനുവിന് സാധനം വിറ്റത് ഏത് ബേസിസിലാണ്? കടത്തിനാണ്. അപ്പോൾ ഒന്ന് സെൻറ്റൻസ് എന്ന് അർത്ഥം പറഞ്ഞു കൊടുത്തേ. സോൾഡ് ഗുഡ്സ് ടു റിനു ഓൺ ക്രെഡിറ്റ് അവിടെ ഉണ്ട്, ക്രെഡിറ്റ് എന്നിവിടെ ഉണ്ട്. ₹8,000, 8,000 വിറ്റത്. എത്ര രൂപ വിലയുള്ള സാധനം? 6,000 രൂപ വിലയുള്ള സാധനം. അപ്പോൾ 6,000 രൂപ വിലയുള്ള സാധനം 8,000 വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നു? 2,000 ലാഭം കിട്ടുന്നു അല്ലേ? പ്രോഫിറ്റ് ഗോസ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഓടും. അത് ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ചേരാൻ ഓടും. ആ ലാഭം ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? കൂട്ടും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് ഒന്ന് നീങ്ങാം. അപ്പോൾ നെക്സ്റ്റ് അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് നോക്കാം. ആ പ്രോബ്ലം നിങ്ങൾ നോക്കുക. ഡെവലപ്പ് ആൻ അക്കൗണ്ടിങ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു റാം ട്രേഡേഴ്സ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. വിത്ത് റെസ്പെക്ട് ടു റാം ട്രേഡേഴ്സ്, ഇൻ റിലേഷൻ ടു റാം ട്രേഡേഴ്സ്. റാം ട്രേഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം. എപ്പോഴും എല്ലാം സ്റ്റീരിയോ ടൈപ്പാണ്. അത് ക്വസ്റ്റ്യൻ നോക്കണ്ട. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ₹1,50,000. കണ്ട, എല്ലാം ഒരു കണക്കാണ്. പർച്ചേസ്ഡ് മെഷീനറി ₹25,000. മെഷീനറി ഞങ്ങൾ വാങ്ങുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജു ഓൺ ക്രെഡിറ്റ് വർത്ത് ₹75,000. രാജുവിൻ്റെ നിന്ന് ഗുഡ്സ് ഞങ്ങൾ വാങ്ങുന്നു ഓൺ ക്രെഡിറ്റ്. ഓൺ ക്രെഡിറ്റ് എന്ന് പറയണ്ട, രാജുവിൻ്റെ നിന്ന് ഗുഡ്സ് വാങ്ങുന്നുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓൺ ക്രെഡിറ്റാണ്. രാജുവിൻ്റെ നിന്ന് ഗുഡ്സ് വാങ്ങുന്നു. പെയ്ഡ് ₹50,000 ടു രാജു. രാജുവിൻ്റെ നിന്ന് 75,000 രൂപയുടെ ഗുഡ്സ് വാങ്ങി കേട്ടാ. പെയ്ഡ് ₹50,000 ടു രാജു. 75,000 കൊടുക്കാനുണ്ട്. ആ പുള്ളിക്കാരൻ 50,000 രൂപ കൊടുത്തു. കണ്ട, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എല്ലാ വാക്കുകളും നിങ്ങൾ ക്ലാസ് ആരംഭിച്ച പോലെയല്ല, ഇപ്പോൾ എല്ലാ വാക്കുകളും നിങ്ങൾക്ക് പരിചയം. ഡെവലപ്പ് ആൻ അക്കൗണ്ട് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു റാം ട്രേഡേഴ്സ്. സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ₹1,50,000. പർച്ചേസ്ഡ് മെഷീനറി ₹25,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജു ഓൺ ക്രെഡിറ്റ് വർത്ത് ₹75,000. പെയ്ഡ് ₹50,000 ടു രാജു. എന്തിനാണ് നിങ്ങൾ സാറ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ അസറ്റ് ഉണ്ടല്ലോ, ഉണ്ട്. ഇതിൽ ഈ അസറ്റ് വന്നിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ നിങ്ങളൊരു മെഷീനറി വാങ്ങിയിട്ടുണ്ട്. മെഷീനറി സ്പെല്ലിങ് ശ്രദ്ധിക്കുക. MECHINERY. പണ്ട് ആ പഠിപ്പിച്ചുകൊടുന്ന സമയത്ത് കുട്ടി മെഷീനറിയുടെ സ്പെല്ലിങ് തെറ്റിച്ചാൽ എമ്മിനൊരടി, എക്കൊരടി, സിക്കൊരടി അങ്ങനെ കൊടുക്കുമായിരുന്നു. കുഞ്ഞു അടികളാണ്. ഇപ്പം അടിച്ചാൽ വിവരം അറിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾ മെഷീനറി കണ്ട, മെഷീനറി സ്പെല്ലിങ് തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത സെറ്റ് വന്നു പർച്ചേസ്ഡ് ഗുഡ്സ്. കണ്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഗുഡ്സ് വാങ്ങുന്നു. ഗുഡ്സ് എന്നുള്ള വാക്ക് പറയണമെങ്കിൽ ഗുഡ്സ്
വിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ വാങ്ങുന്നതിനെയാണ് ഗുഡ്സ് എന്ന് പറയുക. ശരിയാണല്ലോ. അല്ല ഒന്നിനെ ഞങ്ങൾ ഗുഡ്സ് എന്ന് പറയാം. ഈ മെഷീനറി ഞങ്ങൾ വാങ്ങുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഗുഡ്സ് അങ്ങനെയല്ല. ഗുഡ്സ് വാങ്ങുന്നത് വിൽക്കാൻ വേണ്ടിയാണ്. വിൽക്കാൻ വേണ്ടി ഏത് സാധനം വാങ്ങിയാലും അതിനെ പറയുന്നത് ഗുഡ്സ് എന്നാണ്. ശരിയാണല്ലോ. ഗുഡ്സ് ഇവിടെ വരുമ്പോൾ അങ്ങയുടെ അസറ്റായിട്ട് മാറുകയാണ് സ്റ്റോക്ക്. എന്നിട്ട് വീണ്ടും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് കൂടുന്നു, ഗുഡ്സ് വിൽക്കുമ്പോൾ സ്റ്റോക്ക് കുറയുന്നു എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു. അടുത്ത പെയ്ഡാ. ഇപ്പോൾ പൈസ കൊടുക്കുക ചെയ്യുക. പെയ്ഡ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഒന്നും പറയണ്ട. ലയബിലിറ്റീസ് ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കിയാൽ ഞങ്ങൾക്കറിയാം ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പൈസ കൊടുക്കാനുണ്ട്. കണ്ട, ഇപ്പം അങ്ങോട്ട് നോക്കണ്ട. പൈസ കൊടുക്കാനുണ്ട്. ആർക്കാ കൊടുക്കാനുള്ളത്? ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്. പിന്നെ ഉള്ളത് ക്യാപിറ്റലാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ഹെഡിങ് ഉണ്ട്, അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ ആണല്ലോ. എന്നിട്ട് കണ്ട സ്പീഡാ. ഓക്കെ, 1,50,000 രൂപ കിട്ടുന്നു. മെഷറിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല, സ്റ്റോക്കിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. 1,50,000 കിട്ടിയത് ദി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓണർ, ദി എമൗണ്ട് ഗിവൺ ബൈ ദി ഓണർ. ഓണർ എനിക്ക് തന്ന പൈസയാണ്. അപ്പോൾ 1,50,000 രൂപ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ക്യാപിറ്റലത്തിൽ കിട്ടിയതാണ്. അടുത്ത് കണ്ട മെഷീനറി വാങ്ങിയാണ് കേട്ടാ. 25,000 രൂപയുടെ മെഷീനറി വാങ്ങിയാണ് കേട്ടാ. 25,000 രൂപയുടെ മെഷീനറി വാങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 25,000 രൂപ പോകുകയല്ലേ ചെയ്യുക. ക്യാഷ് 25,000 രൂപ പോകുന്നു. ശരിയാണല്ലോ. 25,000 രൂപയുടെ മെഷീനറി എന്ന് പറയുന്ന അസറ്റ് വരുന്നു. സ്റ്റോക്കിനെ കുറിച്ച് അന്നും മിണ്ടിയിട്ടില്ലല്ലോ, ക്രെഡിറ്റേഴ്സിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ലല്ലോ, ക്യാപിനെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. അക്കൗണ്ട് ഇക്വേഷൻ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ആയി. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു എമൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ക്യാഷ് 25,000 കുറയ്ക്കുകയും മെഷീനോടൊപ്പം 25,000 കൂട്ടുകയും ചെയ്ത് അത് ന്യൂട്രലൈസ് ചെയ്ത് പോയി. അപ്പോൾ ഇത് രണ്ട് സൈഡും തുല്യമാണ്. അപ്പോൾ അവിടെ എഴുതേണ്ട കാര്യമല്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ഇവിടെ 25,000 കൂട്ടുമ്പോൾ അവിടെ 25,000 കൂട്ടും, ഇവിടെ 25,000 കുറയ്ക്കുമ്പോൾ അവിടെ 25,000 കുറയ്ക്കാം. നല്ല തുല്യമായിട്ട് പോകും അല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ചിലപ്പോൾ വ്യത്യാസം വരാം. 25,000 ഇവിടെ കുറച്ച് ഇവിടെ തന്നെ 25,000 കൂട്ടും, അങ്ങനെ ആകാമല്ലോ. ഓക്കെ. എന്നിട്ട് നമ്മളൊരു ലൈൻ ഇങ്ങനെ എഴുതണം അല്ലേ. ലൈൻ ഇട്ടിട്ട് നെറ്റ് എഫക്റ്റ് 1,00,000 പറയുക, സംസാരിച്ചിട്ട് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. 1,50,000 ഉണ്ടായിരുന്നു. മെഷീനറി വാങ്ങിയപ്പോൾ 25,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഇനി പെട്ടിയിൽ 1,25,000 ഉള്ളു. ഓക്കെ, പുതിയ മെഷീനറി എന്ന് പറയുന്ന അസറ്റ് വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ വ്യത്യാസമില്ല, ഇവിടെ വ്യത്യാസമില്ല, ഇവിടെ 1,50,000 ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് എന്താ നിങ്ങളെ സാറൊന്ന് ടിക്ക് ചെയ്യാത്തത്? ടിക്ക് ചെയ്താൽ പിന്നെ നമുക്കൊത്തി കൂടെ എളുപ്പമല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് വാങ്ങുകയാണ് കേട്ടാ രാജുവിൻ്റെ നിന്ന്. ഓൺ ക്രെഡിറ്റ് കടത്തിനാണ് എത്ര രൂപയുടെ ഗുഡ്സ് വാങ്ങുകയാണ്? 75,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുകയാണ്. കടത്തിന് ഗുഡ്സ് വാങ്ങുന്നു. എങ്ങനെയാണ് കടത്തിന് ഗുഡ്സ് പോകുമ്പോൾ ക്യാഷ് എങ്ങനെയാണ് പോവുക? മെഷറിയിൽ ഒരു എഫക്റ്റും വന്നിട്ടില്ലല്ലോ. ഗുഡ്സ് വാങ്ങുമ്പോഴല്ലേ സ്റ്റോക്ക് കൂടുക. 75,000 സ്റ്റോക്ക് കൂടുന്നുണ്ടല്ലോ. ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് പൈസ കൊടുത്തിട്ടില്ലല്ലോ. ക്രെഡിറ്റേഴ്സിന് 75,000 കൊടുക്കണമല്ലോ. ഇവിടെ ഒരു എഫക്റ്റും വന്നില്ലല്ലോ. ശരിയാ കൊണ്ടാ. ഇവിടെ 75,000 കൂടി, അപ്പുറത്ത് 75,000 കൂടി, ബാലൻസ് ചെയ്ത തുല്യമായിട്ട് ടെക്നിക്ക്. ഇവിടെ 70,000 കൂട്ടി, അപ്പുറത്ത് 70,000 കൂട്ടി. അതിൻ്റെ നെറ്റ് എഫക്റ്റ് നോക്കാം. 1,25,000 പ്ലസ് 25,000 പ്ലസ് 75,000 ഈസ് ഈക്വൽ ടു 75,000 പ്ലസ് 1,50,000. ഓക്കെ, പോയി ഇവിടെയും ടെക്ക് ചെയ്യാം. കണ്ട, പെയ്ഡ് ₹50,000 ടു രാജുവിന് 50,000 രൂപ കൊടുത്തു. ക്യാഷ് കൊടുത്തു. അത് പറയണ്ട, ക്യാഷ് ഇവിടെ അണ്ടർസ്റ്റുഡാണ്. ക്യാഷ് പെയ്ഡ് ₹50,000 ടു രാജു. നമ്മൾ ക്യാഷ് എല്ലാം എന്താ കൊടുക്കുക?
50,000 രൂപ ക്യാഷ് രാജുവിന് കൊടുക്കുകയാണ്. ഞങ്ങളുടെ ക്യാഷിൽ നിന്ന് 50,000 രൂപ പോകുന്നു. മെഷറിക്ക് വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസമൊന്നുമില്ലെങ്കിൽ 0 അല്ലേ എഴുതേണ്ടത്? എന്താ നിങ്ങൾ സാറ് പോയി എപ്പോഴും ഇങ്ങനെ എഴുതുന്നത്? വേണ്ട, സ്റ്റോക്കിൽ എന്താ ഒരു വ്യത്യാസമില്ലല്ലോ. ഓക്കെ, ക്രെഡിറ്റേഴ്സ് എത്ര രൂപ കൊടുക്കാനുണ്ടായിരുന്നു? ക്രെഡിറ്റേഴ്സ് 75,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴ് ഞങ്ങൾ എത്ര രൂപ കൊണ്ട് കൊടുക്കുകയാണ്? 50,000 രൂപ കൊടുക്കുകയാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുകയാണ്. ഇവിടെ നോ ചേഞ്ച്. കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. എന്താ ഇവിടെ എന്നിട്ട് പറയേ, ₹50,000 പെയ്ഡ് ₹50,000 ടു രാജുവിന് 75,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. രാജുവാണ് ക്രെഡിറ്റേഴ്സ്. രാജുവിന് 75,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ശരിയല്ലേ? 50,000 രൂപ ഈ ഡി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ 50,000 രൂപ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് പൊസിഷൻ കണ്ട, ക്യാഷ് ഉള്ള 25,000 50,000 ഈസ് പെയ്ഡ്. അപ്പോൾ 50,000 രൂപ കുറയുകയാണ്. കണ്ട, മൈനസ് ഇട്ടത് കണ്ട. നോ ചേഞ്ച്, മെഷറി നോ ചേഞ്ച്. സ്റ്റോക്ക് ചേഞ്ച് വരണമെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽസ് നടത്തണം. നടന്നിട്ടില്ലല്ലോ, നോ ചേഞ്ച്. ക്രെഡിറ്റേഴ്സ് മീൻസ് രാജുവിന് 75,000 രൂപ കൊടുക്കാണ്ട് അല്ല 50,000 രൂപ കുറയ്ക്കണം. ഓക്കെ, അടുത്ത എഫക്റ്റ് നമുക്ക് നോക്കാം. ഉള്ള 25,000 50,000 രൂപ കുറയ്ക്കുമ്പോൾ 75,000 പ്ലസ് 25,000 പ്ലസ് 75,000 75,000 75,000 50,000 കുറയ്ക്കുമ്പോൾ 25,000 പ്ലസ് 1,50,000. ഓക്കെ ആണല്ലോ? ടാലിയായോ? ഞാൻ പറഞ്ഞ വാക്ക് ടാലിയായോ എന്ന് നോക്കുക. 25,000 1,50,000 1,75,000. ഇതും 1,75,000 തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഡി ടിക്ക് ചെയ്യാം. ഞാനൊന്ന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. ആ ഒരു വിശ്വാസം വരുന്നില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സീ യു ഓൺ ടുമാറോ.